മിനിസ്റ്റർ, ഇപ്പോൾ VC നിയമനത്തിലൊരു തീരുമാനമായിരിക്കുകയാണ്. സിസാത്ത് തോമസിനെ KTUവിലേക്കും സജി ഗോപിനാഥിനെ ഡിജിറ്റലിലേക്കും നിയമിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് ഒടുവിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചർച്ചകൾ ഇനിയും തുടരും. അതിന് പിറ്റേ ദിവസമാണ് കോടതിയിൽ വന്നിരുന്നത്. അപ്പോൾ അന്ന് കൺക്ലൂഷൻ ആയിരുന്നില്ല. പിന്നീട് ബഹുമാനായ ചാൻസലർ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഞങ്ങളുടെ ചർച്ചയുടെ തുടർച്ചയിൽ ചർച്ചകൾ നടന്നു, ഒരു സമവായത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഈ തീരുമാനം സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതിയിൽ കേസ് വരുന്നുണ്ട്. ഉന്നത നീതിപീഠത്തിൻ്റെ അംഗീകാരം കൂടി ആവശ്യമാണ്. അതാണ് അത് സംബന്ധിച്ചുള്ളത്. സിസാത്ത് തോമസിൻ്റെ കാര്യത്തിൽ നേരത്തെ സർക്കാർ വലിയ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അതായത് അയോഗ്യതയുണ്ട് എന്നും പലതരത്തിൽ അച്ചടക്ക നടപടി നേരിട്ടതാണെന്നായിരുന്നു വാദം. മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആ പേരിൻ്റെ ഒപ്പം നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ പൊസിഷൻ എന്ന് എഴുതിയതുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു വിട്ടുവീഴ്ചയാണോ സർക്കാർ ചെയ്തിരിക്കുന്നത്? പരസ്പരം ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നല്ലോ. കാരണം ഒരു പാനൽ, സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പാനൽ, അവരാണ് സെർച്ച് കമ്മിറ്റിയാണ് ഈ പാനൽ വെച്ചിരിക്കുന്നത്. ആ പാനലിൽ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ചാൻസലർക്കും അത് കോടതി അറിയിക്കാം. ഞങ്ങൾ കൊടുത്തതുപോലെ തന്നെ ചാൻസലറും ഒരു 22 or 21 പേജുള്ള വിയോജിപ്പ് സജി ഗോപിനാഥിനെ സംബന്ധിച്ചും കൊടുത്തിരുന്നു. ഞങ്ങൾ മന്ത്രിമാർ കണ്ട സന്ദർഭത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഒന്നുകിൽ രണ്ടുപേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് കണ്ടിരുന്നു. ആ ചർച്ചയിൽ അന്ന് സമവായം എത്തിയില്ലെങ്കിലും ചർച്ചകൾ തുടരാമെന്ന് കണ്ടു. ഇപ്പോൾ ഒരു ധാരണയോടുകൂടി എത്തിയിരിക്കുന്നു. അതിപ്പോൾ പൊതുവെ നമ്മുടെ എല്ലാവർക്കും സ്വീകാര്യമായിട്ട് വരുന്ന ഒന്നാണ് എന്നാണ് കണക്കാക്കുന്നത്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചല്ലോ, ഗവൺമെൻറ് പരമാവധി ശ്രമിച്ചല്ലോ, എല്ലാ തരത്തിലും ശ്രമിച്ചിരുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നത് കോടതിക്കല്ല, നമുക്ക് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് ഞങ്ങൾ മന്ത്രിമാർ കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അന്ന് ഒരു ചർച്ച ചെയ്ത് ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇനിയും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ്. പിന്നെയും അത്തരം ചർച്ചകൾ തുടരുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അതിൽ ഞങ്ങൾ അവസാനിപ്പിച്ചെടുത്ത് അദ്ദേഹം ചാൻസലർ മുഖ്യമന്ത്രിയെ കാണണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ ചർച്ച നടത്തി എന്തായാലും ഒരു ധാരണയിലേക്ക് എത്തി. അത് സുപ്രീം കോടതി അറിയിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ നാളെയാണ് കേസ് വരുന്നത്. സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും സമാനമായ രൂപത്തിൽ ഗവൺമെൻറ്റും ആയി ചർച്ച ചെയ്ത്, ഇപ്പോൾ അദ്ദേഹം ചാൻസലർ എടുത്തിട്ടുള്ള സമീപനം പോലെ തന്നെ ചർച്ച ചെയ്ത് എക്സോ വൈയോ എന്നുള്ളതല്ല. നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഗവർണർ ചാൻസലർ ആകാത്ത ഏക യൂണിവേഴ്സിറ്റി എന്നുള്ളത് നുവാൽസാണ്. അത് പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വന്ന ഉടൻ തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഇവിടെ അഡ്ഹോക് സംവിധാനത്തിൽ മാറി ഒരു പെർമനൻറ്റ് സംവിധാനത്തിലേക്ക് വരണം. നമ്മുടെ നുവാൽസിൻ്റെ നിലവാരം താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥിരം വൈസ് ചാൻസലർ വേണം എന്നുള്ളതാണ് ഗവൺമെൻറ് അഭിപ്രായമെന്ന് അദ്ദേഹത്തോട് അറിയിച്ചിരുന്നു. അദ്ദേഹം അതിനോട് യോജിച്ചു. അങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി വന്നു. സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തതിൽ ചാൻസലർ അവിടുത്തെ വൈസ് ചാൻസലർ നിയമിച്ചു. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയമായി നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗവർണർ ചാൻസലർ അല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നടന്ന അതേ മാതൃക ഒരു ചർച്ചയിലൂടെ നമുക്ക് ഇവിടെയും ആകാമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ആര് അന്ന് നിലപാടെടുത്തു, ഏതാണ് ശരി എന്നതിലേക്ക് പോകണമെന്നല്ല ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഉചിതമായിട്ടുള്ളത്. ഇപ്പോൾ ഉചിതമായിട്ടുള്ളത് എന്തായാലും ഒരു കൺസെൻസസിലേക്ക് എത്തിയിരിക്കുന്നു. ആ കൺസെൻസസിൽ ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന 2 പേരുകളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും ചാൻസലറുടെയും പ്രതിനിധികൾ കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്ത പേരുകളാണ്. ആ പേരുകളിൽ ഇപ്പോൾ സമവായത്തിലെത്തിയിരിക്കുന്നു. അതേ മാതൃക സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. അല്ല, തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ അതീവ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു സമീപനമാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി ബാപ്പുജി എന്ന പേര് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും മാറ്റി പൂർണ്ണമായിട്ടും ഗാന്ധിയെ കൈയൊഴിയുന്നു.
തൊഴിലുറപ്പ് എന്നുള്ളത് ഒന്നാം UPA സർക്കാരിൻ്റെ ഉൽപ്പന്നമാണ്. ഒന്നാം UPA സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി രാജ്യത്തുണ്ടായിരുന്ന സർക്കാരാണ്. അതിലൊരു കോമൺ മിനിമം പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് സംവിധാനം വന്നത്. ആ തൊഴിലുറപ്പ് സംവിധാനത്തെ പതുക്കെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായി. ഇപ്പോൾ പൂർണ്ണമായും അതിനെ തകർക്കാനും സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി, തൊഴിൽ ഗ്യാരണ്ടി നൽകുന്നതിന് പറ്റുന്ന സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ്. അത് ഒറ്റക്കെട്ടായി തന്നെ നാട് അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് ഫെഡറൽ സംവിധാനത്തിന് മേലെയുള്ള ഒരു ആക്രമണമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന, ഈ പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കുടുംബങ്ങളെ ഒരു തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.